ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 2 ശമൂവേൽ 7 അധ്യായം 28 വാക്യവും, കർത്താവായ യഹോവേ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യവുമാകുന്നു. അടിയന് ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. കർത്താവിൻ്റെ ആലോചന ദാവീദിനോടുള്ള ബന്ധത്തിൽ അരുളി ചെയ്യുന്ന ആലോചനകളാണല്ലോ ഇത്. ദാവീദിൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു, ഒരു ആലയം പണിയണം. എന്നാൽ നാഥാനോടത് അവതരിപ്പിക്കുമ്പോൾ ദൈവം നാഥാന് അരുളപ്പാട് കൊടുക്കുന്നു, നീ പണിയണ്ട, നിൻ്റെ ഉദരത്തിൽ നിന്നും വരുന്ന നിൻ്റെ മകൻ പണിയും, അവനെ കൊണ്ട് ഞാനത് പണിയിക്കും. അപ്പോൾ തലമുറ ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കും എന്നുള്ളതാണല്ലോ ഇവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ അത് ചെയ്യേണ്ടെന്ന് ദൈവം പറഞ്ഞതിനകത്ത് കാരണങ്ങൾ കാണും. എന്നാൽ ഉദരത്തിൽ നിന്ന് വരുന്ന നിൻ്റെ അവകാശിയായ തലമുറയെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിക്കും. അന്ന് മാത്രമല്ല, ഇന്നും ദൈവം ചെയ്യിപ്പിക്കും. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും ശലോമോൻ ആലയം പണിയുമെന്ന് ദാവീദ് വിചാരിച്ചില്ല. എന്നാൽ ദൈവം അത് മുന്നമേ കണ്ടിരുന്നു. പ്രിയരെ, നിങ്ങളുടെ തലമുറയിലും ദൈവം ഇങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. അത് ദൈവത്തിന് അറിയാം, ഇന്നാര് ഇന്നതുപോലെ ചെയ്യുമെന്ന്. നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചു, ആഗ്രഹിച്ചു ചെയ്യണമെന്ന് നമ്മൾ ഒരുക്കപ്പെട്ടു. പക്ഷേ ദൈവം അതിനനുവദിച്ചില്ല. പക്ഷെ തലമുറയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അത് ചെയ്യിപ്പിക്കാൻ ദൈവം അതിൽ വിശ്വസ്തനുമാണ്. അതുകൊണ്ട് നാം നിരാശപ്പെടേണ്ടതില്ല. ദൈവം സത്യമായ ദൈവമാണെന്നും നിൻ്റെ വചനങ്ങളൊക്കെയും സത്യമാണെന്നുമൊക്കെ ഇവിടെ നമ്മൾ വായിച്ചത്. നീ തന്നെ ദൈവം, നിൻ്റെ വചനങ്ങളും സത്യമാകും. അത് ദൈവം ഒരിക്കലും ഭോഷ്ക്ക് പറയാറില്ല. സത്യം സത്യമായിട്ട് ഉവെന്നും പറഞ്ഞാൽ അതങ്ങനെ തന്നെ, ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ വഴികൾ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. അത് മനസ്സിലാക്കിയിട്ട് ദാവീദ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, നീ തന്നെയാണ് ദൈവം, നിൻ്റെ വചനങ്ങൾ സത്യമാകുന്നു. അടിയന് അതിനാൽ നന്മയെ കിട്ടുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ ദാവീദ് നന്മ അനുഭവിച്ചു. ദൈവത്തിൻ്റെ നന്മ, ദൈവകൃപ, ദൈവസാന്നിധ്യം ഒക്കെ അനുഭവിപ്പാനിടയായതുപോലെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിലും തലമുറ അനുഗ്രഹിക്കപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടെന്ന് ആദ്യം തോന്നിയാലും പിന്നത്തേതിൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണുമ്പോൾ അല്ല, അതിനു മുമ്പേ, അനുഗ്രഹിക്കപ്പെട്ടവരായി കാണും മുമ്പേ എന്തു ചെയ്യണം? മാതാപിതാക്കൾ അവരെക്കുറിച്ച് വിചാരമുള്ളവരായി, നല്ല ഉദ്ദേശത്തോടു കൂടി, നിരൂപണങ്ങളായി, ദൈവകൃപയിലായി, പരിശുദ്ധാത്മാവിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ നന്മ വെളിപ്പെടും. അത് കണ്ട് സന്തോഷിപ്പാൻ ദൈവം മാതാപിതാക്കളായ എല്ലാവരെയും സഹായിക്കും. നിൻ്റെ തലമുറയിൽ സിംഹാസനത്തിൽ ഇരുത്താൻ ആരുമില്ലെന്ന് വിചാരിക്കേണ്ട. ഒരുവനെ ദൈവം കണ്ടിട്ടുണ്ട്. ഇതുപോലെ സിംഹാസനത്തിൽ, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുത്താൻ ഒരു ശലോമോനെ ദൈവം കണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ളതായ അനുഭവങ്ങൾ വെളിപ്പെടും. തലമുറ അനുഗ്രഹിക്കപ്പെടും. തലമുറയെ കൊണ്ട് ദൈവം പലതും ചെയ്യിപ്പിക്കും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവപ്രവൃത്തി കാണും, ദൈവത്തിൻ്റെ മഹത്വം കാണും, ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും. ദൈവം ഒരുക്കുന്ന നന്മ തലമുറയിലൂടെ അനുഭവിപ്പാൻ മാതാപിതാക്കളായ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ.
കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ, തിരുവചനം അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.